السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تموتن إلا وأنتم مسلمون. وقال النبي صلى الله عليه وسلم اقرأوا على موتاكم ياسين. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും മാറ്റങ്ങൾ ഭൂമിയുടെ സ്വഭാവമാണ്. മാറ്റങ്ങളിൽ പാഠം ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും മാറ്റങ്ങളാണ്. ഇന്നലത്തെ ദിവസമല്ല ഇന്ന്, ഇന്നത്തതല്ല നാളെ എന്ന വിധത്തിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റങ്ങളെ സംബന്ധിച്ച് വിശാലാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ സംഹിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യത്യാസങ്ങൾക്കും ഈ വ്യതിയാനങ്ങൾക്കും വലിയ പാഠങ്ങളുണ്ട്. പിഞ്ചു കുഞ്ഞായി നമ്മൾ ജനിച്ച് ഒരു വലിയ പുരുഷായുസ് ഇവിടെ ജീവിച്ചു തീർത്ത് നമ്മൾ നടന്നു പോകുന്ന ഒരു യാത്രയുണ്ട്. നമ്മൾ ചെന്നെത്താനുള്ള ആ വിശാലമായ അല്ലെങ്കിൽ ആ ശാശ്വതമായ ആ ഒരു ലോകത്തേക്കുള്ള യാത്ര, അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ കഴിയുകയില്ല. ആ സ്മരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നമ്മിൽ ഉണ്ടാകണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷാർത്ഥത്തിലും നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ ഉൾച്ചേർത്ത് വെക്കുവാനും അതിനെ കരുത്തോടെ ഒരു കരുതലായി കൊണ്ട് നടക്കുവാനും സാധ്യമാകുന്നിടത്താണ് വിശ്വാസിയുടെ വിജയത്തിന്റെ തീരുമാനങ്ങൾ വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ അലാ മൂതാക്കും യാസീൻ. നിങ്ങളിൽ മരണമാസന്നമായവരുടെ അടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. എന്തിനാണ് മരണമാസന്നമായ ആളടുത്ത് വെച്ച് യാസീൻ സൂറത്ത് ഓതാൻ പറയുന്നത്? 114 സൂറത്തുകൾ ഉണ്ടായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് യാസീൻ ഓതാൻ പ്രത്യേകം പറയാൻ കാരണം, യാസീനിൽ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും വ്യത്യാസങ്ങളെ സംബന്ധിച്ചും മഹ്ശറിനെ സംബന്ധിച്ചും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും ഒക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ. മരിക്കാൻ മരണം ഹാജരായി കിടക്കുന്ന അല്ലെങ്കിൽ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ആളെ കൂടുതൽ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ അല്ലെങ്കിൽ നിഷ്കപടമായ വിശ്വാസത്തിന്റെ ഒരു വക്താവായി മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ടത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഓർക്കേണ്ടത് ഓർക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ മറവിയുടെ അല്ലെങ്കിൽ അനാവശ്യമായ ഓർമ്മകളിലേക്ക് മനുഷ്യൻ ചെന്നെത്തുമ്പോൾ അത് അപകടമുണ്ടാക്കുന്നു എന്നതിന്റെ വലിയൊരു സൂചനയാണ്. മരിക്കുമ്പോഴെങ്കിലും ഈ മഹ്ശറിനെ കുറിച്ച് ആ മനുഷ്യൻ ഓർക്കട്ടെ എന്ന സൽവിചാരമാണ് ആ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പിന്നിലുള്ള ലോജിക് അതാണ്. കാരണം രോഗശയ്യയിൽ കിടക്കുന്നവനായിരിക്കും, രോഗാതുരമായ മനുഷ്യനായിരിക്കാം, പല നിലക്കുള്ള പ്രയാസങ്ങൾ ഭൗതികമായി നേരിടുന്നവനായിരിക്കാം, ചിന്തകൾ പല നിലക്കും പോകും. പക്ഷെ അവിടെ നിന്നൊക്കെ അവനെ ഈ അല്ലാഹ് എന്ന ശക്തിയിലേക്ക് അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം എന്ന് പറയപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്ത ഈ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതൂ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റഊ അലാ മൗതാക്കും യാസീൻ. നിങ്ങളിൽ മരണമാസന്നമായവരുടെ അടുത്ത് വെച്ച് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. മഹാന്മാർ പണ്ഡിതന്മാർ ഭാഷാപരമായും താത്വികമായും എല്ലാ നിലക്കും ഈ ഹദീസിനെ വിശകലനം ചെയ്തെടുത്ത് പറഞ്ഞു,
മരണം ഹാജരാകാൻ പോകുന്നവന്റെ അടുത്ത് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവന്റെ അടുത്ത് യാസീൻ ഓതണം എന്ന് ഈ ഹദീസിന്റെ ഭാഷാപരമായ സാങ്കത്യം, അർത്ഥം, അതിന് വ്യാപ്തിയുണ്ട്, അതിന് തടസ്സമില്ല എന്ന് വളരെ വ്യക്തമായി ഭാഷാ പണ്ഡിതന്മാർ അതിന്റെ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുകയാണ്. കാരണം മൗത്താക്കും എന്ന് പറയുമ്പോൾ നിങ്ങളിൽ മരിച്ചവർ എന്നും അർത്ഥം, നിങ്ങൾ മരണം എത്തിയവർ എന്നും അർത്ഥം വെക്കാം, മരിച്ചു കഴിഞ്ഞവർ എന്നും ആ പദത്തിന് അർത്ഥമുണ്ട്. മൗത്ത മയ്യത്തിന്റെ ബഹുവചനമാണ് മൗത്ത. ആ മൗത്ത എന്ന വാക്കിന് മരിക്കാൻ പോകുന്നവൻ എന്നും അർത്ഥമുണ്ട്, മരിച്ചു കഴിഞ്ഞവൻ എന്നും അർത്ഥമുണ്ട്. അപ്പൊ മരിച്ചതിന് ശേഷവും അവിടെ യാസീൻ ഓതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ സാധ്യമാകുന്നു. കാരണം എന്ത്? അത് പറഞ്ഞുകൊണ്ട് അതിൻ്റെതായ ആ പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റൂഹിന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവിനത് അത് കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള പ്രത്യേക ഒരു ശേഷിയുണ്ട്. അതിനവരെടുത്തു വെച്ചു. അതാണ് മയ്യത്തിനോട് അസ്സലാമു അലൈക്കും, ഖബറിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട്? മയ്യത്തിന്റെ ആ ഒരു റൂഹിയായ ബന്ധം, ആത്മീയമായ ബന്ധം, ആത്മാവിന്റെ ബന്ധം വെച്ചുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ആൾ വന്നുകൊണ്ട് ഖബറുകൾ അസ്സലാമു അലൈക്കും യാ അബി, എന്റെ പിതാവേ നിങ്ങൾക്ക് സലാം എന്ന് പറയുമ്പോൾ ആ സലാം കേൾക്കാനും മടക്കാനും എന്റെ ഇന്ന ആളാണ് എന്നോട് സലാം പറഞ്ഞത് എന്ന് തിരിച്ചറിയാനുമുള്ള ആത്മാവിന്റെ ശക്തിക്ക് നഷ്ടമില്ല. അത് അവിടുന്ന് തീർന്നു പോയിട്ടില്ല എന്ന് വ്യക്തമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരണത്തിന് ശേഷവും അവിടെ യാസീൻ ഓതുമ്പോൾ ആ മരിച്ച മയ്യത്തിന്റെ റൂഹിയായ ഒരു ഇദ്റാഖ് റൂഹ്, ആത്മാവിനെ അത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കാനും സാധ്യമാകും. മാത്രമല്ല അതിൻ്റെതായ ഒരു ബറക്കത്ത്, അഥവാ ഖുർആൻ ഉരുവിടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ ഉരുവിടുന്ന ശബ്ദം, ആ ശബ്ദം എവിടെയൊക്കെ അലയടിക്കുന്നുവോ ആ ഭാഗം മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുമെന്ന് മറ്റു പല ഹദീസുകളുടെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാധ്യമാകും. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് അത് മയ്യത്തിന്റെ അടുത്ത് വെച്ചാവട്ടെ, ഖബറിൽ വെച്ചാവട്ടെ, എവിടെ വെച്ചാണെങ്കിലും ഖുർആൻ ഓതുമ്പോൾ അവിടെ മലായികത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ മലായികത്തിന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുമ്പോൾ അത് അല്ലാതെ നടത്തുന്ന പ്രാർത്ഥനയേക്കാൾ ഏറെ മഹത്തരമാണ് എന്ന വിശാലമായ ഒരു സദുദ്ദേശപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മരിക്കാൻ പോകുമ്പോഴും മരിച്ചതിന് ശേഷവും ഒക്കെ ഖുർആൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഖുർആനിന്റെ ശബ്ദത്തിന് അത്രമാത്രം വലിയ ശക്തിയുണ്ട്. ഒരു സഹാബി ഖുർആൻ ഓതുന്ന സമയത്ത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന സമയത്ത്, കഹ്ഫ് സൂറത്താണെന്ന് തോന്നുന്നു, ഓതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുതിര എങ്ങനെ ചാടിക്കളിച്ചു എന്നാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെ കാണാം. അദ്ദേഹത്തിന്റെ മൃഗം ചാടിക്കളിക്കുകയാണ്. അദ്ദേഹം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ഖുർആൻ ഓതി നിർത്തുമ്പോ മൃഗം ചാടൽ നിർത്തുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, ഈ സഹാബി, നബിയെ, എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ മൃഗം അത് മലായികത്ത് ഇറങ്ങുന്നത് കണ്ടിട്ട് വിറളി കൊണ്ടിട്ടാണ് അങ്ങനെ ഇളകിക്കൊണ്ടിരുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മഹത്വം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു പൊതുവായ അംഗീകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ. നല്ല സമയത്ത് രോഗം വന്ന ആൾ യാസീൻ ഓതിയാൽ അയാൾക്ക് രോഗത്തിന് ശിഫയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഏതേത് പ്രശ്നത്തിലും യാസീൻ ഓതിയാൽ പരിഹാരമുണ്ട് എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി വന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുന്നു, മറ്റ് സൂറത്തുകൾ ഓതുന്നു, യാസീൻ ഓതുന്നു, ദുആ ചെയ്യുന്നു. ആ ഒരു ക്രമം അതിന്റെ പേരിൽ വരുന്നതാണ്.